കൃഷ്ണേട്ടാ, ഒരു ജന്മം ഒരു പിടിച്ചാരമായി മാറിയത്. എന്നോട് പ്രതികാരം വീട്ടാൻ വന്ന ഒരു മനുഷ്യ ജീവന ഇങ്ങനെ ഇല്ലാതായത്. എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തിയാണെങ്കിലും എനിക്കിവരോട് അല്പ ആർദ്രതയുണ്ട്, കാരുണ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാ ഇവർക്കെന്നോട് ശത്രുതയും പ്രതികാരവും തോന്നാൻ തക്കതായ ഒരു കാരണമുണ്ടായിരുന്നു. അതിനുത്തരവാദി ഞാനല്ലെങ്കിൽ കൂടി ശപിക്കപ്പെട്ട ജന്മം കിട്ടിയതിന്റെ പ്രതികാരം. അംഗീകരിക്കാത്ത പിതൃത്വത്തോടുള്ള അമർഷം, ഒടുങ്ങാത്ത പക. അതിനാൽ ജീവിച്ചിരിക്കുന്ന എന്നെ വേട്ടയാടാൻ അവൾ വന്നു. പരാജിതയായി പരലോകത്തേക്ക് മടങ്ങി. എന്റെ അച്ഛന് സംഭവിച്ച ഒരു പാപത്തിന്റെ സന്തതി, ബലിമൃഗം. എന്നാൽ ആര് തെറ്റ് ചെയ്താലും അത് അനന്തര തലമുറയ്ക്ക് മേൽ വന്നു ഭവിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നത് എത്ര സത്യം. അഖില, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നീ മരിച്ചിട്ടില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇതിനൊന്നും നീ ഉത്തരവാദിയോ തെറ്റുകാരിയോ അല്ലല്ലോ. ഞാൻ ഈ ചിതാഭസ്മത്തിലേക്ക് നോക്കി നിന്ന് കരഞ്ഞത് അതുകൊണ്ടൊന്നും അല്ല കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടനെ കുറിച്ചോർത്ത രാജരാജേശ്വരി ഞാനാണെന്ന് എല്ലാവരും വിശ്വസിച്ചു, കൃഷ്ണേട്ടൻ പോലും. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോ അഖിലയല്ല മരിച്ചതെന്ന് വിശ്വസിച്ച ഒരേ ഒരാളെ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുള്ളൂ, എന്റെ കൃഷ്ണേട്ടൻ. എന്നെ ഭൂമിയിൽ തലച്ചാക്കി വിട്ടിട്ട് നിനക്ക് അങ്ങനെ കടന്നു പോവാൻ പറ്റുമോ? നീയും ഞാനും എന്ന സത്യത്തിൽ നിന്ന് ഞാൻ മാത്രമാകാൻ എന്റെ ദൈവം സമ്മതിക്കുമോ? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടന്റെ നിഷ്കളങ്കമായ മനസ്സിന് ദൈവം തന്ന പാരിതോഷികമാണ് എന്റെ ഈ ബാക്കി വന്ന ജന്മം. ഇല്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയുമായിരുന്നു. എന്നെ കാണാതായ നാൾ മുതൽ കൃഷ്ണേട്ടന്റെ അനന്തമായ പ്രാർത്ഥനകളുടെ പുണ്യമാണ് ബാക്കിയായ എന്റെ ജീവൻ. മാനസികമായ വിഭ്രാന്തിയിൽ പോലും കൃഷ്ണേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വരുമെന്ന്. ഞാൻ വന്നു കൃഷ്ണേട്ട, ഞാൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ചില സ്വപ്നങ്ങൾ കണ്ടുണർന്നത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. നീ വന്ന് കയറിയത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഉടലില്ലാത്ത ഒരു ആത്മാവാലയുന്ന സ്ഥലമാണ്. ഇവിടെ നിൽക്കണ്ട. അഖില, എനിക്കിപ്പോ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നീ അത് കേൾക്കണം. പറയൂ കൃഷ്ണേട്ടാ. കല്യാണിയുടെ കാര്യമാണ്. അവൾ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ഭാര്യയാണ്. ആനന്ദ് ആത്മാർത്ഥമായി അണിയിച്ച പവിത്രമായ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. വിവാഹം ദൈവനിശ്ചയപ്രകാരം മാത്രമേ നടക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതിൽ യാതൊരു സംശയവും വേണ്ട. ഉദാഹരണം നീയും ഞാനും. അപ്പോൾ കല്യാണി അവഗണിക്കുന്നത് ദൈവത്തെ നിഷേധിക്കൽ തന്നെ. നിന്റെ ഈ കണ്ണുകളുടെ നിശ്ചയദാർഢ്യം ഞാനിപ്പോൾ കല്യാണിയുടെ കണ്ണുകളിലും കാണുന്നു. അഖിലാറിന്റെ ശരിക്ക് ശിവരാമകൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെയാണ് കല്യാണിക്ക് ആനന്ദകൃഷ്ണന്. അത് മറന്നുകളയരുത്, ദൈവകോപം ഉണ്ടാവും. സീതയും ശീലാവതിയും പോലെ ഭർത്താവിനെ പരിപാലിച്ചും സ്നേഹിച്ചും ജീവിക്കാൻ ജന്മമെടുത്തവൾ, യഥാർത്ഥ സഹധർമ്മിണി. അതാണ് കല്യാണി. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ അവഗണിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. വരൂ. മോളെ, ആ ബെല്ലൊന്നടിക്കേ. അച്ഛാ, ദേ വരുന്നു. നമസ്കാരം. 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 ആരാ? എന്തു വേണം? ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരാ. രാത്രി വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. പകൽ തിരക്കായിരിക്കും അറിയാവുന്നതുകൊണ്ടാ രാത്രി വന്നത്. സാരമില്ല, വന്ന കാര്യം പറയൂ. പറയൂ, എന്താ പറ്റി? മാഡം, ഞങ്ങളൊരു സഹായം ചോദിച്ചു വന്നതാ. എന്ത് സഹായം? എന്തിനാ വിഷമിക്കുന്നത്? തുറന്നു പറയൂ. ഇത് എന്റെ മകളാ. ഇവൾക്കിവിടെ എന്തെങ്കിലും ജോലി കൊടുക്കണമെന്ന് അപേക്ഷിക്കാനാ ഞങ്ങൾ വന്നത്. എന്താ നിന്റെ പേര്? ഗായത്രി. എത്ര വരെ പഠിച്ചു? ബികോം പാസ്സായതാ. ബികോം? ആ. അവിചാരിതമായി ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഇവളുടെ അമ്മ ഒരു വശം തളർന്ന് കിടപ്പിലായിപ്പോയി. അതിനു മുമ്പേ തന്നെ ഇവളുടെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച് മുഹൂർത്തവും കുറിപ്പിച്ചതാ. പക്ഷേ ആ കല്യാണത്തിനു വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശെടുത്ത ഭാര്യയെ ചികിത്സിച്ചത്. ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക മാഡം. പക്ഷെ മാറ്റമൊന്നുമില്ല. എല്ലാം കൊണ്ടും ആകെ തകർന്നു നയിക്കുന്ന അവസ്ഥയിലാ ഞാൻ മാഡത്തെ കുറിച്ച് ഓർത്തത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവൾക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അടുക്കളപ്പണിയൊക്കെ നന്നായി ചെയ്യാൻ അറിയാം. മാഡം ഒന്ന് സഹായിക്കണം. ബികോം വരെ പഠിച്ച പെൺകുട്ടി അടുക്കളപ്പണി ചെയ്യാനോ? അതൊന്നും വേണ്ട. മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ മാഡം. ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് പതുക്കെ ചിന്തിക്കാം. ഇവളുടെ കല്യാണം എന്നത്തേക്കാ തീരുമാനിച്ചിരുന്നത്? വരുന്ന മാസം 9-ാം തീയതിയായിരുന്നു. അതിനി ഉപേക്ഷിക്കാനേ കഴിയൂ. ഇവൾക്ക് കല്യാണത്തിനുള്ള സമയമായിട്ടില്ലെന്ന് വിശ്വസിക്കാം. എന്താ, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവാഹാലോചന മാറിപ്പോയോ? ഏയ്, അതൊന്നും അല്ല. പക്ഷെ വിവാഹം നടത്തണമെങ്കിൽ പൊന്നും പണവും വേണ്ടേ? എന്റെയും മുങ്ങിത്തപ്പിയ 1 രൂപ എടുക്കാനില്ല. അതോർത്ത് വിഷമിക്കണ്ട. പൊന്നും പണവും ഞങ്ങൾ തരാം. മാഡം, ആദ്യം
നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളൂ. ഓ അതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും അഖില ചെയ്തു തരും. ആദ്യം കല്യാണം നടക്കട്ടെ, അതിനുശേഷം ജോലിയുടെ കാര്യം നമുക്ക് ചെയ്യാം. നിങ്ങളിപ്പോ പൊയ്ക്കോ. ചെറുക്കന്റെ വീട്ടുകാരെ ഉടനെ അറിയിക്കണം. എല്ലാം മംഗളാവും. ശരി. നന്നായി വരട്ടെ. നന്നായി വരട്ടെ. വിവാഹം നിശ്ചയിച്ച തീയതി എന്താണെന്ന് പറഞ്ഞ്? അടുത്ത മാസം 9-ാം തീയതി. ശരി, പൊയ്ക്കോളൂ. പാവം. ഗുഡ് മോർണിംഗ് മാഡം. എനിക്കിതത്ര ഗുഡ് മോർണിംഗ് ആയിട്ട് തോന്നുന്നില്ല. വേണ്ട, പക്ഷേ എനിക്കിത് നല്ല പ്രഭാതം തന്നെയാ. പഴയതുപോലെ പിന്നെയും നീ ഇവിടെ കേറിപ്പറ്റി അല്ലേ? അന്ന് ആനന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടിയാ നീ ഇവിടെ വന്നത്. ഇന്നു മുതൽ എന്തിനെയാ നീ ഉന്നം വെക്കുന്നേ? മാഡത്തിന് രാവിലെ എന്താ വേണ്ടത്? ദേ, നല്ല ചൂട് ചായ എടുക്കട്ടെ. കൊള്ളാം. എന്നെ സ്നേഹിച്ച് പരിചരിച്ച് മയക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അത് കയ്യിലിരിക്കട്ടെ. എനിക്ക് നിന്റെ ചായയും കാപ്പിയൊന്നും തൽക്കാലം വേണ്ട. ദേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ മാഡം ഇത്ര ദേഷ്യം? ദേ, ചായ റെഡിയാവുന്നുണ്ട്, ഇഡ്ഡലിയും ചട്നിയും തയ്യാറായിട്ടുണ്ട്. അതൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റാണോ? ഇതൊക്കെ ഒരു അടുക്കളക്കാർ ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ? അതോ ഇനി ഇതിനു മുമ്പ് മാഡത്തിനോട് ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ലേ? നീ എന്താടി എന്നെ കളിയാക്കാണോ? ദേ, നിന്റെ പരിഹാസമൊന്നും ഈ തൃച്ചംബരത്ത് വിലാസിനിയോട് വേണ്ട. എന്നെ പരിഹസിച്ചപ്പോഴൊക്കെ നീ അനുഭവിച്ചിട്ടുമുണ്ട്. ഇനി എന്നെ അതൊന്നും ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. എന്റെ പൊന്നു മാഡം, മാഡം എന്താ ഇങ്ങനെ? ഞാൻ മാഡത്തിനെ പരിഹസിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ മാഡത്തിനെ പരിഹസിക്കാൻ ഞാനാരാ? പിന്നെ പണ്ടനുഭവിച്ച പോലൊന്നും ഇനി അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. എടി, പണ്ട് നീ തൃച്ചംബരത്ത് വിലസിയപ്പോ പലപ്പോഴും അഖിലേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അതില്ല. ഇന്ന് നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മുഖ്യ ശത്രുവാ. അത് ഓർക്കുന്നത് നല്ലതാ. ഇനി ചേച്ചിയുടെ ശത്രു എന്റെയും കൂടി ശത്രുവാ. ദേ, ഇന്ന് ഞാൻ ചേച്ചിയോട് നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചേച്ചി കേൾക്കും, വിശ്വസിക്കും. ഈ അഹങ്കാരത്തിന് ഇവിടെ അധികം ആയുസൊന്നുമില്ല. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്ത് യോഗ്യതയാടി നിനക്കതിനുള്ളത്? അവള് യോഗ്യതാ പരീക്ഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു.
നിന്നെ ഇവിടെ നിന്ന് അഖിലേച്ചി വീണ്ടും അടിച്ചു പുറത്താക്കുന്നത് കാണാനാ ഈ വിലാസിന് നിൽക്കുന്നത്. അതൊരു പക്ഷെ ഇന്ന് തന്നെ നടക്കും. അതിനുള്ള കളമൊക്കെ ഈ വിലാസിന് ഒരുക്കും. ദേ, ഇത് മാത്രം മതി എന്റെ അംഗീകാരത്തിനുള്ള യോഗ്യത. അഖില മേഡം എന്നെ അടിച്ച് പുറത്താക്കട്ടെ, അപ്പൊ ഞാൻ പോയിക്കോളാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ മാഡത്തിന് എന്താ ആഹാരം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോ എന്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ നേരമായി, ഞാൻ കൊടുത്തിട്ട് വരാം. എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചായ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാത്തത്? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? ആ, എന്താ നിന്റെ ലക്ഷ്യമൊന്ന്? അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യമൊന്നുമില്ല. എനിക്ക് ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ഭർത്താവിനോടൊപ്പം മരണം വരെ ജീവിക്കണം. ആ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷവും സങ്കടവും ഒക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്റെ ഭർത്താവിന്റെ അഭിമാനത്തിനും സന്തോഷത്തിനും എതിരായി ഞാൻ ഒന്നും ചെയ്യില്ല. നല്ലൊരു ഭാര്യയായി, നല്ലൊരു കുടുംബിനിയായി എനിക്ക് ജീവിക്കണം. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഭർത്താവിനെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞു തുടങ്ങണം. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചീറൻ മാറി നല്ല വേഷങ്ങൾ അണിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയും സീമന്തരേഖയിൽ സിന്ദൂരവും ചുണ്ടിൽ പുഞ്ചിരിയുമായി ഭർത്താവിന് ചായയുമായി വന്നിരിക്കുന്നു. ഇന്നലെ വരെയുള്ള നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളും നീ മറന്നിരിക്കുന്നു. അകാരണമായി നിന്നെ വേദനിപ്പിച്ച എന്നെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്നു. നീ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുക കല്യാണി. എന്താ വല്യ ഇതൊക്കെ? അതെ കല്യാണി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. തെറ്റുപറ്റിയതിന് നീ എന്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. അത് നിന്റെ വലിയ മനസ്സ്. രണ്ടാമത്, നീ ചെയ്തത് മനഃപൂർവ്വമല്ലാത്ത തെറ്റുകളായിരുന്നെങ്കിലും അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. അതും നിന്റെ മനസ്സിന്റെ വിശാലത. മൂന്നാമത് നീ തീരുമാനിച്ച കാര്യമാ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. തൃശമ്പരത്തെ മൂത്ത മരുമകളാകാൻ നിനക്ക് യോഗ്യതയില്ലെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോ നീ ആ വെല്ലുവിളി ഏറ്റെടുത്തു. തൃശമ്പരത്തെ മൂത്ത മരുമകളാകാൻ എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുമെന്ന് നീ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു. അതിന് അടുക്കളക്കാരിയെങ്കിൽ അടുക്കളക്കാരി. ഒരർത്ഥത്തിൽ യുദ്ധമായി മാറിയേക്കാവുന്ന മത്സരമായത്. ഈ മത്സരക്കളരിയിൽ നിനക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ചെയ്തു തരാൻ നിന്റെ ഈ വലിയ കുഞ്ഞു കൂടെ ഉണ്ടാവും. സത്യം? അതോ അമ്മയുടെ അച്ഛന്റെ മുഖം കറക്കുമ്പോ ഞാൻ വീണ്ടും തെറ്റുകാരിയാവോ? ഒരിക്കലുമില്ല. നിന്നെ തെറ്റിദ്ധരിക്കേണ്ടി വന്ന എന്നെക്കുറിച്ച് എനിക്കിപ്പോ പുച്ഛമാ തോന്നുന്നത്. എന്നോടുള്ള ആ വെറുപ്പ് കൂടിക്കൂടി വരുമ്പോ നിന്നോടുള്ള എന്റെ സ്നേഹം കൂടുക ചെയ്യുന്നത്. എന്താ പറയാ, അത് ബഹുമാനമായി വർദ്ധിക്കുക ചെയ്യുന്നത്. മനസ്സിന്റെ പിരിമുറുക്കം സഹിക്കാൻ വയ്യാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ.
എനിക്കെന്റെ ഈ ചെമ്പരത്തിയോടുള്ള പ്രണയം ഓരോ നിമിഷവും കൂടിക്കൊണ്ടേയിരിക്കുന്നത്.